ടടാ, ഹലോ, ക്ലാരയാണേ. എന്തുണ്ട് വിശേഷമൊക്കെ? എന്ത് തണുപ്പായി ഇവിടെ എന്നറിയാമോ? ഞാനിപ്പോൾ പുറത്തൊക്കെ പോയി പപ്പേനെയും അമ്മേനെയും കൊണ്ടൊക്കെ പോയി ഇപ്പോൾ വന്നതേ ഉള്ളൂ. കുറേ സ്ഥലങ്ങളിൽ പോയി, ലുസൈൽ, പേൾ, അങ്ങനെ ക്രിസ്റ്റൽ, കുറേ സ്ഥലങ്ങളിൽ പോയി. ഖത്തറിലെ കുറേ സ്ഥലങ്ങളിൽ പോയി. നല്ല രസമായിരുന്നു കാണാൻ. മെയിൻ പ്രശ്നം എനിക്ക് തണുപ്പായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് സെറ്റായത് വീട്ടിനകത്ത് കയറിയപ്പം. ഓക്കെ, ഇത് കണ്ടോ എൻ്റെ ഫേസ്? കണ്ടിട്ട് കുത്തി വരച്ചിട്ട മാതിരി ഉണ്ടല്ലേ? പക്ഷേ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് പൂമ്പാറ്റയാണ്, ബട്ടർഫ്ലൈ. ഇത് മോക്ക് ഇത് ഫേസ് പെയിൻറ്റിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം മോക്ക് ചെയ്തു, അതിന് ഞാനും ചെയ്തു, അത്രേ ഉള്ളൂ. ഇത് ആക്ച്വലി കിഡ്സ് ഫേസ് പെയിൻറ്റിങ് സ്ഥലത്താണ് ഞാൻ പോയി ചെയ്തത്. അതായത് അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു, കിഡ്സിന് ഫേസ് പെയിൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആളവിടെ വെറുതെ ഇരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും ചെയ്യണമെന്ന്. അപ്പം അമ്മ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മയുടെ കിഡല്ലേ ഞാൻ. അങ്ങനെ ഞാനും ചെയ്തു. ജേക്കബിനും ഓക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കാര്യം ആഗ്രഹിച്ചപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്യണം. വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ചെയ്യുന്നതിൽ. രസമുണ്ട്, കണ്ടിട്ട് പേടിയാവുന്നുണ്ടല്ലേ? കഥകളിക്ക് പോയ മാതിരിയുണ്ട്. ഓക്കെ. അപ്പം ഞാൻ ഇന്ന് മെയിൻലി ഞാനിപ്പോൾ ഇടാനുള്ളൊരു റീസൺ, എനിക്ക് വാട്സാപ്പിൽ കുറേ ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഖത്തറിൽ മാത്രമേ ബിസിനസ് ഉള്ളൂ, ആരാണ് ക്ലാര, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അത് വേഗം ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഖത്തറിൽ മാത്രമേ തൽക്കാലം ബിസിനസ്സുള്ളൂ. കാരണം നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഖത്തറിലാണല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഖത്തറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇപ്പം പുറത്തേക്കൊന്നും ഇല്ല. കാരണം ചില സ്റ്റേറ്റസൊക്കെ ഇടുമ്പം, മാലയൊക്കെ ഇടുമ്പം നാട്ടിൽ നിന്നൊക്കെ കുറേ പേര് ഇത് എത്രയാണ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പം ഞാൻ പറയാറുണ്ട് ഖത്തറിലാണ്, പിന്നീടൊക്കെയാണ് നന്നായിട്ട് പോയി ഒക്കെയാണ്. പിന്നെ നമ്മൾ ഇൻ്റർനാഷണലി ഒക്കെ ഷിപ്പ് ചെയ്യുകയൊക്കെ ചെയ്യണത്. ഇപ്പോൾ തൽക്കാലം ഖത്തറിലുള്ളൂ. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം അവർ ചോദിച്ചു വെച്ചാൽ ആരാണ് ക്ലാര. കാരണം എന്നെ അറിയുന്നവർക്കൊക്കെ എന്നെ അറിയണേ. എൻ്റെ ഒഫീഷ്യൽ നെയിമാണ് അറിയുന്നത്, മായ ജോസ് എന്നാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം. പക്ഷെ ആരാണ് അപ്പോൾ ക്ലാര എന്ന് ചോദിച്ചിട്ട് കുറേ മെസ്സേജ് വന്നു. ഒന്നൊന്നുമല്ല, കുറേ ഒന്ന് 8-10 വന്നു. അപ്പോൾ ഞാൻ വാട്സാപ്പിൽ കൂടെ, അപ്പോൾ ഞാൻ അത് ക്ലാരിഫൈ ചെയ്യാമെന്ന് ഓർത്ത്. അപ്പോൾ ഞാനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട്, ക്രിസ്ത്യൻ ഫാമിലി ജനിച്ച ആളായതുകൊണ്ട് ഞങ്ങളുടെ മാമോദീസ ചെയ്യുമ്പോൾ നമുക്കൊരു പേര് ഇടുമല്ലോ. അപ്പോൾ ആ പേരാണ് ക്ലാര. അങ്ങനെ ഞാൻ കുറേ പേർക്ക് പറ്റണ പോലൊക്കെ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു. അപ്പോൾ അവർ ചോദിച്ചു ആണോ അങ്ങനെ. പിന്നെ വേറെ കുറേ ആൾക്കാർ ആരാ, രാധാകൃഷ്ണനോ, ജയകാന്തൻ അല്ല ജയകൃഷ്ണൻ, അങ്ങനെ ജയകൃഷ്ണൻ്റെ ക്ലാരയാണെന്ന് ചോദിച്ചു. എനിക്കത് ഏതോ മൂവിയിലാണെന്ന് തോന്നുന്നല്ലേ. അല്ല, ജയകൃഷ്ണനാണ്, എന്തോ ഒരു കൃഷ്ണനാണല്ലോ ദൈവമേ. അപ്പോൾ ക്ലാരയാണോ എന്ന് ചോദിച്ചിട്ട് സ്മൈലിയൊക്കെ ഇട്ട്. അപ്പം അതെൻ്റെ ഇപ്പോൾ ഇതാണ് ക്ലാര, എൻ്റെ പള്ളിയിലെ പേരാണ് കേട്ടോ. അപ്പം ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ. ഇപ്പം ഈ രാത്രി സമയം എത്രയായി? 10-11 അങ്ങാണ്ടായി. അപ്പോൾ ഞാൻ ഇടുന്നത് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്നെ ചെന്നിട്ട് എൻ്റെ അക്സറീസൊക്കെ ഫോട്ടോ എടുത്ത് ഇടണം. അതിൻ്റെ കയ്യിലുള്ള കളക്ഷൻസൊക്കെ സ്റ്റേറ്റസ് ഇടണം. എന്നിട്ട് കൂർ. ഓക്കെ. അപ്പോൾ നാളെ കാണാം കേട്ടോ. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ.